ഉണ്ണിത്താൻ നിരഞ്ജനോട് ചോദിക്കും, നിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണോ? നിരഞ്ജന അല്ലാന്ന് പറയും. ഉണ്ണിത്താൻ പറയും, ആ വീഡിയോ ആയിട്ട് ഇനിയൊരു ബന്ധം വേണ്ടാന്ന് പറയും. നിരഞ്ജന പറയും, ഈ ഡിവോഴ്സിന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ജാനകി എടുത്തിയാണ്. അഭിയേട്ടനും ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിന് സപ്പോർട്ടാണ്. പക്ഷേ അഭിയേട്ടൻ ധൃതിപ്പെട്ട് വേണ്ടാന്ന് പറയുന്നത് അവരുടെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷം പോലും തികഞ്ഞില്ല. അതിനിടയ്ക്ക് തന്നെ ഒരുപാട് ദുരന്തങ്ങൾ ആ കുടുംബത്തിലുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ഡിവോഴ്സും കൂടി താങ്ങാൻ കഴിയില്ലെന്നാണ് അഭിയേട്ടൻ പറഞ്ഞത്. ഉണ്ണിത്താൻ പറയും, അതൊന്നും നീ നോക്കണ്ട, അത് മറ്റൊരു കുടുംബത്തിലെ കാര്യമാണ്. നിരഞ്ജന പറയും, ഞാനും ആ കുടുംബത്തിലൊരു അംഗമില്ലായിരുന്നു. ഞാൻ അജയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛനെ ഈ ധൃതി കാണിക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തോടാണെങ്കിൽ അതിന് ഞാൻ നിൽക്കില്ല. ഇതൊക്കെ കേട്ടിട്ട് ഉണ്ണിത്താൻ ആകെ ദേഷ്യം വരുവാണ്. അമലും അപർണയും സാധാരണ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. വസുന്ധരാമ്മ വന്ന് ജാനകിയോട് അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ അമലെ എടുത്തിങ്ങനെ പറയും. അപർണയാണെങ്കിൽ അമലിനെ പാൽക്കുപ്പി, ഏട്ടൻ്റെ വാലായി ഇത് നടക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും പക്ഷേ അമല അതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കില്ല. ജാനകി അബിയോട് വസുന്ധരാമ്മ എന്ന കാര്യങ്ങളും അപർണയെ ഒരനിയത്തിയായി കാണണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയും. അബി പറയും, അനിയത്തിയെ കാണാൻ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഏട്ടത്തിക്കില്ലല്ലോ, തമ്പിയുടെ ഭാര്യയ്ക്ക് അത് അറിയില്ലെന്ന് മാത്രം. ജാനകി ചോദിക്കും, അബിയേട്ടൻ മറ്റൊരു അനിയത്തിയെ കാണാൻ പോയിട്ട് എന്തായി? അബി പറയൂ, ഞാൻ കണ്ടു, സംസാരിച്ചു. കുറച്ച് നാളത്തേക്ക് ഡിവോഴ്സ് പെൻഡിങ് വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ജാനകി ചോദിക്കും, എത്ര കാലത്തേക്ക് പെൻഡിങ് വെക്കാൻ പറ്റും? അതുകൊണ്ട് എന്താ പ്രയോജനം? അബി പറയും, എനിക്കും അതറിയാം, പക്ഷേ അത്ര സമയമെങ്കിലും അവൾ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് ഒരാശ്വാസമുണ്ട്. അബി ഫയലൊക്കെ എടുത്ത് നോക്കുന്ന കാണുമ്പോൾ ജാനകി ചോദിക്കും, എന്താ? അബി പറയും, ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് പറയും. ജാനകി ചോദിക്കും, അതിനു വേണ്ടിയൊക്കെ കാശ് അബിയേട്ടൻ്റെ കയ്യിലുണ്ടോ? CEO ആയിരുന്ന കാലത്ത് അബിയേട്ടൻ 1 രൂപ പോലും ശമ്പളം വാങ്ങിയിട്ടില്ല. ഒക്കെ കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അബിയേട്ടൻ നിന്നു. അവസാനം അച്ചമ്മ നമ്മളെ പുറത്താക്കി വിടുന്നു. അബി പറയും, നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലതിനാണെന്ന് മാത്രം കരുതുക. അതാണ് അബിയുടെ പോളിസി. അബി പറയും, അമലുമായിട്ടൊന്ന് സംസാരിക്കണം, ഒരു പാർട്ട്ണറെ കൂടി കിട്ടിയാൽ ആഗ്രഹിച്ച പോലെ നടക്കും. അപർണ തമ്പിയെ വിളിച്ച് ചോദിക്കും, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? തമ്പി പറയും, എന്ത് പറയാൻ, അവൾ ഒരേ കിടപ്പല്ലേ വയ്യാന്ന് പറഞ്ഞ്. അപർണ പറയും, എന്നിട്ടാണോ അളകാപുരി വന്ന് എന്നെ നാണം കെടുത്തിയത്? ഇത് കേട്ടിട്ട് തമ്പി വയ്ക്കും, വസുന്ധരയോ അളകാപുരിയിലോ? അച്ഛനോട് പറയാതാണ് അമ്മ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചു വന്നിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ലേ? ജാനകിയെ കണ്ട് കാല് പിടിച്ച് എന്നെ അനിയത്തിയായി കാണണമെന്ന് പറഞ്ഞു. അതും പോരാഞ്ഞ് രാധാമണിയെ പോയി കണ്ട് സംസാരിച്ചു എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ തമ്പിക്ക് ചെറിയൊരു പേടി തോന്നും. പിന്നെ രാധാമണി എൻ്റെ മുന്നിൽ വരാൻ നിൻ്റെ അച്ഛന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ച കാര്യമൊക്കെ അപർണ തമ്പിയോട് പറയുമ്പോൾ തമ്പി പറയും, ഞാൻ വരാം, അവരുടെ മുന്നിൽ ഞാൻ വരാമെന്നൊക്കെ പറയും. അമ്മ കാരണം ഞാൻ ഇത്രയും നാണം കെട്ടത്. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. കേസിൻ്റെ വിജയാഘോഷം അളകാപുരി വെച്ച് തന്നെ നടത്തണം. അച്ഛനും അതിൽ പങ്കെടുക്കണം. അത് അളകാപുരി ജാനകിയുടെ നെഞ്ചെത്ത് ചവിട്ടിയെന്ന് എനിക്ക് ആഘോഷിക്കണം. കോള് കഴിഞ്ഞ ഉടനെ തന്നെ തമ്പി പോയിട്ട് വസുന്ധരയോട് ചൂടാവുകയാണ്. അവൾ നിൻ്റെ ആരാന്നൊക്കെ ചോദിക്കും. വസുന്ധരയെ വിട്ടുകൊടുക്കില്ല. വസുന്ധര പറയും, അവൾ ആരാന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ മകള് ഇവിടെ വന്ന് നിൽക്കാതിരിക്കാനാ ഞാൻ അവരെ പോയി കണ്ടത്. എത്രയെന്ന് വെച്ചാൽ അവരൊക്കെ അവളെ സഹിക്കുന്നത്. നിങ്ങൾക്ക് അവൾ തിരിച്ചു വന്നാലും അത് വലിയ കാര്യമൊന്നുമല്ലായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. പിന്നെ രാധാമണിയെ കണ്ടത്, ആ സ്ത്രീയെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവർ കൊടുത്ത പരാതി സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. വസുന്ധരനും രാധാമണിയും ജാനകിയും തമ്മിലുള്ള ബന്ധവും ഞാൻ അറിഞ്ഞു. ഇനി നിങ്ങളുടെ മകളാണോ ജാനകി? തമ്പി ചൂടായി മറുപടി പറയുന്നത് തന്നെ ആകെ പതറിക്കൊണ്ടാണ്. അബിയുടെ അമ്മ ജാനകിയുടെ അടുത്ത് വന്ന് പറയും, നിനക്കിപ്പോൾ സുഖമായല്ലോ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ കാരുണ്യ ദൈവത്തിലേക്ക് മടങ്ങിപ്പോവാണ്. അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ജാനകി പറയും, അമ്മയെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല. അമ്മ പറയും, നീ ഇങ്ങനെ വാശി പിടിക്കരുത്, ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പൊന്നു തനിച്ചായി പോയിട്ടാണ്. ജാനകി പറയും, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വിടില്ല അമ്മയെ. അമ്മ പറയും, അവിടെ അമ്മ ഒറ്റയ്ക്കാണ്. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് അവിടെ ഒരാൾ വേണം, ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. എന്തായാലും അങ്ങോട്ട് പോയേ പറ്റുമെന്ന് പറയുമ്പോൾ ജാനകി പറയും, അമ്മ പോകുന്നെങ്കിൽ അബിയേട്ടനോട് പറഞ്ഞിട്ട് മതി, അവൻ വരുമ്പോൾ നീ വിവരം പറഞ്ഞാൽ മതി. ജാനകി പറയും, അബിയേട്ടൻ പുറത്തു പോയ സമയം നോക്കിയാ അമ്മ ഇത് പറയാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് നടക്കില്ല അമ്മേ. അമ്മ എന്ത് തീരുമാനം വേണമെങ്കിൽ എടുത്തോ, പക്ഷേ അബിയേട്ടനും കൂടി വന്നിട്ട് മതി. അല്ലാതെ അമ്മയെ ഞാൻ ഇവിടുന്ന് പോകാൻ വിടില്ല. എൻ്റെ പൊന്നുവാണേ സത്യം.